അയാളുടെ രോമാവൃതമായ നെഞ്ചിൽ തൻ്റെ മുഖം ചേർത്ത് വെച്ച് അവൾ കിടന്നു. എന്തു പറ്റിയടോ? എടുത്ത തീരുമാനം തെറ്റായെന്ന് തോന്നുന്നുണ്ടോ നിന്റെ ചാരുവിന്? അങ്ങനെയൊരു തോന്നൽ എപ്പോഴെങ്കിലും എനിക്കുണ്ടായെങ്കിൽ എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് നമ്മളിന്ന് ജീവിതം തുടങ്ങുമായിരുന്നോ ഹരിയേട്ടാ? തന്നേക്കാൾ 20 വയസ്സ് കൂടുതലുള്ള ഒരാളെയാണ് ജീവിതത്തിലേക്ക് കൂടെ കൂട്ടിയേക്കുന്നത്. ഇനിയും പലരുടെയും പരിഹാസവാക്കുകൾ നിന്റെ ചാരു കേൾക്കേണ്ടി വരും. പറയുന്നവർക്കറിയില്ലല്ലോ കഴിഞ്ഞ 2 വർഷത്തെ നമ്മുടെ പ്രണയകാലത്തെ പറ്റി. ജോലിയുടെ സമ്മർദ്ദങ്ങൾക്കിടയിലും നമ്മൾ ഒന്നിച്ചു പോയ യാത്രകൾ, നമ്മുടേത് മാത്രമായ ആ ലോകം. ഹരി പുഞ്ചിരിച്ചു. നിലാവിൻ്റെ വെട്ടത്തിൽ അയാളുടെ മുഖം ഒന്നുകൂടി മനോഹരമായതായി അവൾക്ക് തോന്നി. ചാരു അയാളുടെ നഗ്നമായ ശരീരത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ ഇറുകിപ്പുണർന്നു. അയാൾ അവളിലേക്ക് പടർന്നു കയറി. നിലാവിനെ സാക്ഷിയാക്കിക്കൊണ്ട് ആ 2 ശരീരങ്ങളും ഒന്നായി. ഹരി എന്ന ഹരികൃഷ്ണൻ ആ നഗരത്തിലെ അറിയപ്പെടുന്ന ബിസിനസ്സുകാരനാണ്. 2 വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ തിരക്കേറിയൊരു ദിവസത്തിലാണ് ചാരുവിനെ കാണുന്നതും പരിചയപ്പെടുന്നതും. അതേ നഗരത്തിൽ മറ്റൊരു കമ്പനിയിലെ ഓഫീസ് സ്റ്റാഫാണ് ചാരു. തികച്ചും ഔപചാരികമായൊരു കൂടിക്കാഴ്ച. പക്ഷേ പിന്നീട് പലപ്പോഴായി ബിസിനസ് ആവശ്യങ്ങളുടെ ഭാഗമായി അവർക്ക് കാണേണ്ടി വന്നു. തമ്മിലൊരു സൗഹൃദം ഉടലെടുക്കുകയും അത് വളർന്നാണ് ഇന്നവർ വിവാഹത്തിലേക്ക് എത്തിയതും. എൻ്റെ അപ്പച്ചി, പണം കണ്ടിട്ട് തന്നെയല്ലേ ഒരു വയസ്സിനെ കൊണ്ട് ചാരുവിനെ നിങ്ങൾ കല്യാണം കഴിപ്പിച്ചത്? 25 വയസ്സുള്ള പെണ്ണിൻ്റെ താളത്തിനൊത്ത് തുള്ളിക്കോളൂ. അവളുടെ ജീവിതം ഇനിയും ഒരുപാട് ബാക്കിയുണ്ടെന്ന് അപ്പച്ചി മറക്കണ്ട. കുറച്ചു കാലം കൂടി കഴിഞ്ഞാൽ അയാൾ കിടപ്പിലായാലോ? തനൂജെ, എൻ്റെ മോൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കൊപ്പമാണ് ഞാൻ വിവാഹം കഴിപ്പിച്ചയച്ചത്. ചാരുവിനെ വിൽക്കാൻ വെച്ചതല്ല ഞാൻ. സ്വത്ത് ഏറെയുള്ളവർ വരുമ്പോൾ കച്ചവടം ചെയ്യാൻ. പിന്നെ നീ പറയുന്ന പോലെ കുറച്ചു കാലം കഴിഞ്ഞാൽ ഹരി കിടപ്പിലാകുമെന്ന തരത്തിലുള്ള കടന്ന ചിന്തകൾ എനിക്കില്ല. ചെറുപ്പക്കാർ വിവാഹം ചെയ്തു കഴിഞ്ഞാലും എന്തേലും അപകടത്തിലോ രോഗാവസ്ഥയിലോ കിടപ്പിലാവാറില്ലേ? അപ്പോൾ നീ പറയുന്ന ഇത്തരം ആരോപണങ്ങൾക്ക് കാമ്പില്ല. കേട്ടല്ലോ നീ? അങ്ങനെയല്ല അപ്പച്ചി. ചാരു അച്ഛനില്ലാതെ വളർന്ന കുട്ടിയല്ലേ. അവളുടെ ജീവിതം നശിച്ചാൽ സർവരും അപ്പച്ചിയെയാണ് പഴി പറയുക. അതുകൊണ്ട് അവളുടെ ഭാവിയെ ഓർത്ത് പറഞ്ഞതാ ഞാൻ. തനൂജ തൻ്റെ ഭാഗം ന്യായീകരിച്ചു. അവളുടെ ജീവിതം തിരഞ്ഞെടുക്കാനുള്ള പ്രായവും പക്വതയും ചാരുവിനുണ്ട് തനൂജെ. ഹരിയിൽ നിന്ന് ഒരു അച്ഛൻ്റെ കരുതൽ കൂടി അനുഭവിക്കുന്നുണ്ടെന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. എൻ്റെ മോൾക്ക് അവളെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരാളെ ഭർത്താവായി കിട്ടണമെന്നേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അത് അങ്ങനെ തന്നെ കിട്ടിയെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കല്യാണ ദിവസം രാത്രി തന്നെ ചാരുവിൻ്റെ അമ്മയെ എല്ലാവരും കൂടി ചോദ്യം ചെയ്യുകയാണ്. പക്ഷേ തൻ്റെ മകളുടെ പക്വമായ തീരുമാനങ്ങൾക്കൊപ്പം നിലകൊള്ളുന്ന അപൂർവം അമ്മമാരുടെ കൂട്ടത്തിലാണ് ചാരുവിൻ്റെ അമ്മയും. ബന്ധുക്കളുടെ ചില അടക്കം പറച്ചിലുകളും പഴിചാരലുകളുമായി വിവാഹരാത്രി അങ്ങനെ കടന്നുപോയി. ആരുടെയും പരിഹാസ വാക്കുകൾക്കും ചെവി കൊടുക്കാതെ ചാരുവും ഹരിയും അവരുടെ ജീവിതം തുടർന്നു. ചെറുപ്പത്തിലെ തന്നെ വീടിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വന്നതിനാൽ തുടർന്നു പഠിക്കാനോ തൻ്റെ സ്വപ്നങ്ങൾക്ക് പുറകെ പോകാനോ ചാരുവിന് സാധിച്ചിരുന്നില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് അവൾ ചെയ്തിരുന്ന ജോലി രാജിവെപ്പിച്ച് അയാൾ അവളെ തുടർന്ന് പഠിക്കാൻ അയച്ചു. ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഇഷ്ടവിഷയത്തിൽ ചാരു ഡോക്ടറേറ്റ് എടുത്തപ്പോഴും ബന്ധുക്കൾ അടക്കം പറഞ്ഞു. പണം കൊടുത്തു വാങ്ങിക്കാൻ പറ്റാത്തതായി ഇന്നത്തെ കാലത്ത് എന്താ ഉള്ളത്? കാശ് കൊടുത്താൽ ഡോക്ടറേറ്റൊക്കെ ആർക്കും കിട്ടും. പണച്ചാക്കിനെയല്ലേ പെണ്ണ് കെട്ടിയേക്കുന്നേ. കാലങ്ങൾ പിന്നിട്ടു. അവരുടെ വിവാഹം കഴിഞ്ഞ് 5 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഹരി കൂടുതൽ സന്തോഷവാനാണിന്ന്. ഇന്നത്തെ ദിവസം അയാൾക്കേറെ പ്രിയപ്പെട്ടതാണ്. ചാരുവിൻ്റെ ജന്മദിനമാണിന്ന്. ജന്മദിനാശംസകൾ ഭാര്യ. ഒരു ഗിഫ്റ്റ് കവർ കൊടുത്തുകൊണ്ട് ഹരി അവൾക്ക് ആശംസകൾ നേർന്നു. ഇതിലെന്താ ഹരിയേട്ടാ? തുറന്നു നോക്കടോ. ഏറെ ആകാംക്ഷയോടെ ചാരു കവർ തുറന്നു നോക്കി. വളരെ മനോഹരമായൊരു ചിലങ്കയായിരുന്നു പിറന്നാൾ സമ്മാനം. പ്രാരാബ്ദങ്ങൾ ഏറിയപ്പോൾ എന്നോ താൻ മാറ്റിവെച്ചതും പിന്നീട് മനഃപൂർവ്വം തന്നെ മറന്നുകളഞ്ഞ തൻ്റെ ആത്മാവായ കലയെ ആ പിറന്നാൾ ദിവസം അദ്ദേഹം അവളിലേക്ക് തിരികെ കൊടുക്കുകയായിരുന്നു. 1 വർഷത്തിനപ്പുറം ചാരുവിൻ്റെ നൃത്തവിദ്യാലയത്തിൻ്റെ ഉദ്ഘാടന ദിവസമാണിന്ന്. അമ്മയും ബന്ധുക്കളും മറ്റ് വിശിഷ്ടാതിഥികളും കൊണ്ട് അവിടം നിറഞ്ഞിരുന്നു. ചാരുവിന് ആശംസകൾ അറിയിക്കാനായി ഹരി വേദിയിലേക്ക് കയറി ചെന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ചാരുവിൻ്റെ അമ്മയുമായുള്ള സംസാരത്തിനിടയ്ക്കാണ് നൃത്തത്തോടുള്ള അവളുടെ താല്പര്യം ഞാൻ അറിഞ്ഞത്. തൻ്റെ മകളെ ലോകം അറിയപ്പെടുന്നൊരു കലാകാരിയാക്കണമെന്നതായിരുന്നു ചാരുവിൻ്റെ അച്ഛൻ്റെ ആഗ്രഹം. പക്ഷേ ആ ആഗ്രഹം ബാക്കിയാക്കി അദ്ദേഹം പോയി. പ്രാരാബ്ദങ്ങളും കടബാധ്യതകളും ഏറ്റെടുത്ത് 5 വയസ്സുള്ള പെൺകുട്ടിയുമായി ജീവിതത്തോട് ഒറ്റയ്ക്ക് പോരാടിയ ആ അമ്മയ്ക്ക് കലോത്സവ വേദികളിൽ പണം മുടക്കി മകളെ കൊണ്ടുപോകാനോ നൃത്തം പഠിപ്പിക്കാനോ സാധിക്കാതെ വന്നപ്പോൾ
സ്വന്തം ആത്മാവായ നൃത്തത്തെ പാതി വഴിയിൽ സ്വമേധയാൽ ഉപേക്ഷിക്കേണ്ടി വന്ന ഒരാളാണ് എൻ്റെ ചാരു. അവളുടെ ഗവേഷണത്തെയും പഠനത്തെയും ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് ചാരു ഡോക്ടറേറ്റ് എടുക്കുന്നതുവരെ ഞാൻ കാത്തിരുന്നത്. ഇപ്പോൾ അവളുടെ കലയെ വീണ്ടെടുക്കാൻ സമയമായി. അവളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ. ചാരുവിൻ്റെ അച്ഛൻ്റെ വലിയൊരു സ്വപ്നം നിറവേറ്റിക്കൊടുക്കാൻ വേണ്ടി എനിക്ക് ചെറിയൊരു പങ്ക് വഹിക്കാൻ സാധിച്ചതിൽ ഇന്ന് ഞാൻ ഏറെ സന്തോഷിക്കുന്നു. എൻ്റെ ചാരുവിന് എല്ലാ ആശംസകളും നേരുന്നു. ഹരിയുടെ വാക്കുകൾ കേട്ട് സദസ്സിൽ നിന്ന് കേൾക്കുന്ന കരഘോഷങ്ങൾക്കിടയിൽ നിശബ്ദമായൊരു തേങ്ങൽ കൂടിയുണ്ടായിരുന്നു. ചാരുവിൻ്റെ അമ്മ നിറകണ്ണുകൾ തുടച്ചുകൊണ്ട് പുഞ്ചിരിച്ചു. തൻ്റെ അടുത്തിരിക്കുന്ന തനൂജയോട് അവർ പറഞ്ഞു, നിറമോ സൗന്ദര്യമോ പ്രായക്കുറവോ സമ്പത്തോ അല്ല നല്ലൊരു ദാമ്പത്യത്തിൻ്റെ അടിസ്ഥാനമെന്ന് നിനക്ക് മനസ്സിലായോ തനൂജെ? അതിനെല്ലാം അപ്പുറം തൻ്റെ ഭാര്യയെ അടുക്കളയിലും കിടപ്പറയിലും തളച്ചിടാതെ അവളുടെ സ്വപ്നങ്ങൾക്കൊപ്പം ഉയരത്തിൽ പറക്കാൻ ആകാശമൊരുക്കുന്ന പങ്കാളിയാണ് പെണ്ണിൻ്റെ ഭാഗ്യം. അതെൻ്റെ മോൾക്കും കിട്ടി. അതൊക്കെ ശരിയാണ് അപ്പച്ചി. എന്നാലും കല്യാണം കഴിഞ്ഞ് ഇത്ര വർഷമായിട്ടും അവർക്ക് കുട്ടികളൊന്നും ആയില്ലല്ലോ. ഇനി ദാമ്പത്യത്തിൽ അതും വേണ്ടെന്നാണോ അപ്പച്ചി പറയാൻ പോകുന്നത്? നിന്നെപ്പോലെയുള്ള ആൾക്കാർക്ക് ഒന്നു കഴിഞ്ഞാൽ അടുത്ത കുറ്റം കണ്ടുപിടിക്കാൻ കാണും. കല്യാണം കഴിഞ്ഞ് 2 മാസമാവുമ്പോഴേക്കും ഭാര്യയ്ക്ക് വിശേഷമുണ്ടാക്കി കൊടുക്കുന്നവർ മാത്രമല്ലടി ആണുങ്ങൾ. ഇതുപോലെ അവൾക്ക് കിട്ടുന്ന അംഗീകാരങ്ങൾക്ക് പിന്നിലെ കാരണക്കാരാവുന്ന എൻ്റെ മരുമകനെ പോലുള്ളവരും ആണുങ്ങൾ തന്നെയാണ്. നീ MBA പഠിച്ചവളല്ലേ? എന്നിട്ട് കല്യാണം കഴിഞ്ഞ് അന്ന് അലമാരയിൽ പൂട്ടിവെച്ചതല്ലേ സർട്ടിഫിക്കറ്റുകൾ? ഇന്നേ വരെ അതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം നിനക്കുണ്ടായോ? നിന്നെ ജോലിക്ക് വിടാൻ ഭർത്താവ് തയ്യാറായോ? ഇല്ലാലോ. അതിൻ്റെ പേരിൽ നീ എത്ര തവണ അവനോട് വഴക്കിട്ടു? അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. നിനക്ക് 3 കുട്ടികളെ തന്നതുകൊണ്ട് മാത്രം നിങ്ങളുടെ നല്ല ജീവിതം ആകണമെന്നില്ലെന്ന്. അപ്പച്ചിയോട് മറുപടിയില്ലാതെ തനൂജയുടെ മുഖം താഴ്ന്നു. ആ സമയം വേദിയിൽ തൻ്റെ ഭർത്താവിനൊപ്പം അഭിമാനത്തോടെ തലയുയർത്തി നിന്ന് ചാരു പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.